ഇത് വളരെ നല്ലൊരു ഇതാണ്. താങ്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും ഈ മഹാഭാവി നമ്മളെ ഓട്ടിച്ച് ഓട്ടം അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസത്തെക്കുറിച്ചല്ല, പീഡനങ്ങൾ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? താങ്കൾ കണ്ടിട്ടില്ല? കണ്ടിട്ടുമില്ല. പോയിന്റിലോട്ട് വരാം. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ്. ഞാൻ ഇയാളെന്ന് പറഞ്ഞോട്ടെ. എല്ലാ മേഖലയിലും സംഭവിക്കുന്നുണ്ട്. താങ്കൾ പറയുന്ന മേഖലയിൽ സംഭവിച്ചു. അപ്പോൾ അതിനകത്ത് താങ്കൾ അവർക്കൊപ്പമാണോ? എന്താ എന്റെ ഉദ്ദേശം? ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ സിനിമാ മേഖലകളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ എങ്ങനെ സാധിക്കുന്നത്? ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. പോയല്ലേ? ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. മോസ്റ്റ് വോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും. പോസ്റ്റ് ഡ്രഗ്സ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം. ഇനിയിപ്പോ ഒരു വഴിയുള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവരിവിടെ നോടും. അതൊക്കെ ചെയ്യാ. ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ലേ? ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ലേ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? എന്നാ പ്രശ്നയേ നീതാണടാ. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അയ്യോ അയ്യോ, പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ. ശരിയാ.